നമസ്കാരം. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്ത് കുറച്ചുകൂടി കോംപ്ലക്സ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. വാതരോഗം മരണകാരണമാകുമോ? അതിൻ്റെ ഉത്തരം നമ്മൾ പറയുമ്പോൾ നമുക്കറിയാം 150ഓളം വാതരോഗങ്ങളുണ്ടല്ലേ. ഈ വാതരോഗങ്ങളുടെ പഴയ ഒരു 30 വർഷത്തെ 50 വർഷത്തെ ഹിസ്റ്ററി എടുക്കുകയാണെങ്കിൽ 1980കളിലും 90കളിലും വാതരോഗം ബാധിച്ച ആളുകൾ സാധാരണ ആളുകളെക്കാൾ മരണനിരക്ക് കൂടുതലായിരുന്നു. ഫോർ എക്സാമ്പിൾ SLE എന്ന് പറയുന്ന സിസ്റ്റമിക് ലൂപ്പസ് എന്ന് പറയുന്ന അസുഖം ബാധിച്ചു കഴിഞ്ഞാൽ 5 വർഷത്തിനുള്ളിൽ ഒരു 40-50% ആളുകൾ 1950കളിൽ 60കളിൽ 70കളിലൊക്കെ മരിക്കുമായിരുന്നു. അപ്പോൾ ലൂപ്പസ്, സ്ക്ലിറോഡർമ ബാധിച്ച ആളുകൾക്ക് സാധാരണ ഉള്ള ആളുകളെക്കാളും മരിക്കാനുള്ള സാധ്യത കൂടുതലാണ്, മരണനിരക്ക് അവരിൽ കൂടുതലാണ് എപ്പോഴും ചികിത്സിച്ചില്ലെങ്കിൽ. അപ്പോൾ ലൂപ്പസിനാണെങ്കിലും സ്ക്ലിറോഡർമ, വാസ്കുലൈറ്റിസ് തുടങ്ങിയ സീരിയസ് ആയിട്ടുള്ള വാതരോഗങ്ങളിൽ ഈ അസുഖം നമ്മൾ കറക്റ്റ് സമയത്ത് കണ്ടുപിടിച്ച് ചികിത്സിച്ചില്ല എന്നുണ്ടെങ്കിൽ മരിക്കാനുള്ള സാധ്യത ഡെഫിനറ്റ്ലി കൂടുതലാണ്. അത് ചെറിയ രീതിയിലല്ല. സ്ക്ലിറോഡർമയുടെ മരണനിരക്ക് പറയുന്നത് ചികിത്സിച്ചില്ലെങ്കിൽ പല ക്യാൻസറിനേക്കാളും വേഴ്സാണ്. ലൂപ്പസ് അങ്ങനെയാണ്. വാസ്കുലൈറ്റിസ് എന്ന് പറയുന്നത് രക്തക്കുഴലിനെ ബാധിക്കുന്ന വാതരോഗങ്ങൾ അങ്ങനെയാണ്. പണ്ട് കാലത്ത് റുമറ്റോയിഡ് ആർത്രൈറ്റിസ്, ആമവാദം എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് ഇപ്പോൾ ചികിത്സിക്കാവുന്ന രോഗമാണ്. പക്ഷേ പണ്ട് കാലത്ത് റുമറ്റോയിഡ് ആർത്രൈറ്റിസ് വന്നു കഴിഞ്ഞാൽ സന്ധികൾ ഡാമേജ് ആകുമെന്ന് മാത്രമല്ല പതുക്കെ അത് ആന്തരിക അവയവങ്ങളെയും ബാധിക്കും. അപ്പോൾ ലൂപ്പസ് ആണെങ്കിൽ സ്ക്ലിറോഡർമ അങ്ങനെ തന്നെയാണ്. ലൂപ്പസും സ്ക്ലിറോഡർമയും ചിലപ്പം ജോയിൻറ്റ്സ് പെയിനായിട്ടോ പനിയൊക്കെ ആയിട്ടായിരിക്കും തുടങ്ങുന്നത്. പക്ഷേ അത് ഇൻറ്റേർണൽ ഓർഗൻസിനെ ഇൻവോൾവ് ചെയ്യും. ഹാർട്ടിനെയോ ലങ്സിനെയോ കിഡ്നിയൊക്കെ ഇൻവോൾവ് ചെയ്യാം. കിഡ്നി ഇൻവോൾവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഹാർട്ടിനെ ഇൻവോൾവ് ചെയ്യുമ്പോൾ ആ ഓർഗൻ അതിൻ്റെ പ്രവർത്തനക്ഷമത കുറയുകയും രോഗി മരണപ്പെടുകയും ചെയ്യാം. അപ്പോൾ വാതരോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആയതുകൊണ്ട് പലപ്പോഴും ആദ്യത്തെ ആ സന്ധികളിൽ വന്ന വേദന കൊണ്ടായിരിക്കില്ല ആളുകൾ മരണപ്പെടുന്നത്. പലപ്പോഴും ആന്തരിക അവയവങ്ങളെ ബാധിക്കുന്നത് കൊണ്ടായിരിക്കും ആളുകൾ മരണപ്പെടുന്നത്. അതുകൊണ്ട് വാതരോഗങ്ങൾ അത്ര സിമ്പിളായിട്ട് മാത്രം നമ്മൾ ഒരിക്കലും കാണരുത്. സന്ധികൾക്ക് വേദനയല്ലേ, ഒന്നും ചെയ്യേണ്ടെന്ന് വിചാരിക്കരുത്. ഇറ്റ് മേ ബി ഫസ്റ്റ് സൈൻ. ഒരു സന്ധികളിലുണ്ടാകുന്ന വേദന ചിലപ്പോൾ ആദ്യത്തെ ഒരു ലക്ഷണമായിരിക്കാം. ആ ലക്ഷണം പിടിച്ചു പോകുമ്പോഴായിരിക്കും നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്, വേറെ പല ഓർഗൻസിനെ ഇത് ബാധിച്ചു കഴിഞ്ഞു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഘട്ടത്തിൽ എത്തുന്നതിന് മുമ്പ് തന്നെ കണ്ടുപിടിച്ച് ചികിത്സിച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ SLE ആണെങ്കിലൊക്കെ ഇപ്പോൾ വളരെ പ്രോഗ്നോസ് ബെറ്ററായി. പണ്ട് കാലങ്ങളിൽ ഞാൻ പറഞ്ഞു ഒരു 10 വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ 5 വർഷത്തിനുള്ളിൽ 40-50% ആളുകൾ മരിക്കുമായിരുന്നു. അത് 100-50 പേര് മരിച്ചു പോകുമായിരുന്നു. സ്ക്ലിറോഡർമ അങ്ങനെ തന്നെയായിരുന്നു. പല ക്യാൻസറുകളെക്കാളും മരണനിരക്ക് കൂടുതലായിരുന്നു. പക്ഷേ ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് വളരെ നല്ല ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ആണ്. ഇക്കാലത്ത് SLE രോഗം സമയത്ത് കണ്ടുപിടിച്ച് ചികിത്സിച്ചു കഴിഞ്ഞാൽ 95% ആളുകളും സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരും. മരണനിരക്കുന്നത് 1-2% താന്നിട്ടുണ്ട്. ഈ പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. ആർത്രൈറ്റിസ് ആണ്, സന്ധികളിൽ വേദനയാണെന്ന് പറഞ്ഞ് ലാഘവത്തോടെ വേദന സംഹാരികളും അടിച്ച് കഴിച്ചുകൊണ്ടിരുന്നാൽ നമ്മൾ കണ്ണടച്ചിരുട്ടാക്കുന്ന പോലെയാണ്. നമ്മുടെ വേദന കുറയുന്നുള്ളതല്ലാതെ നമ്മുടെ അസുഖം കൂടിക്കൊണ്ടേയിരിക്കും. നമ്മൾ ഒരിക്കലും അറിയില്ല. വേദന സംഹാരി കഴിയുമ്പോൾ വേദന കുറഞ്ഞ് നമ്മൾ സന്തോഷമായിട്ടിരിക്കും. പക്ഷേ അസുഖം പലപ്പോഴും ചിലപ്പോൾ ഇൻറ്റേർണൽ ഓർഗൻസിനെ ബാധിക്കും. അതുകൊണ്ട് ഇത് നമ്മൾ വളരെ ചെറിയ രീതിയിൽ ലാഘവത്തോടെ എടുക്കാതിരിക്കുക. കറക്റ്റായിട്ട് റുമറ്റോളജിസ്റ്റിനെ കാണിക്കുക, ചികിത്സിക്കുക. അല്ലെങ്കിൽ അത് ഗുരുതരമാകുന്നതിന് മുമ്പ് തന്നെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനെ മുളയിലെ നുള്ളിക്കളയാം, സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരികയും ചെയ്യാം.